ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ജാക്ക് ഫ്രൂട്ട് റവ ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. आज हम बनाने जा रहे जैक फ्रूट रवा बोल्स दिखाएंगे कैसे है. നമുക്ക് ചക്ക മുറിച്ചിട്ട് അതിന്റെ ചുളയെല്ലാം അടർത്തിയെടുക്കാം. കട്ടൽ हम लोग काटेंगे. ചക്കയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടൽ പൂരാ നികാൽ ദിയ. देखिए अच्छा मजिए. നല്ല ചുളയാണ്, കൂഴച്ചക്കയാണ്. ഇവിടെ ഉണ്ടാകുന്നത് മുഴുവൻ കൂഴച്ചക്കയാണ്. നമ്മൾ വരിക്കച്ചക്ക നട്ടാൽ കൂഴച്ചക്ക കിട്ടത്തുള്ളൂ. ഇതിൻ്റെ കുരു മാറ്റിയെടുക്കണം. മഞ്ചി നിക്കാൽക്കെ സാഫ് करना है. നമ്മുടെ ചക്ക മുഴുവനും കുരു കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. कटल पूरा मंची निकाल के रख दिया है. अभी मिक्सी के जार में थोड़ा थोड़ा डाल के जूस बनाना है. കുറച്ച് കുറച്ചിട്ട് നമുക്കിതൊന്ന് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കരുത്, ബിൽക്കുൽ പാനി നെയ്താണ്. നല്ലതായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. अच्छा से पीस के है. देखिए बिल्कुल लम नहीं है. ഒട്ടും കട്ടയില്ലാതെയാണ് ഞാൻ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ ബാക്കി മുഴുവനും അരച്ചെടുക്കാം. ऐसे ही पूरा पीसेंगे. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. एक पैन रखा है, इसमें 3 टेबलस्पून घी डाल दें. 3 टेबलस्पून നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4.5 कप ചക്കയുടെ ജ്യൂസ്, 4.5 कप कटहल का जूस है और घी में डाल दें. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे से मिक्स कर दीजिएगा. अच्छे से बॉईल होना चाहिए. നല്ലതായിട്ട് തിള വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചക്കയുടെ ജ്യൂസ് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. अच्छे से बॉईल होने के लिए शुरू किया है. अभी डाल दें नमक. നമുക്ക് 1 टीस्पून उപ്പിട്ട് കൊടുക്കുക. नमक 1 टीस्पून डाला. अच्छे से मिला दिए. अभी लो फ्लेम में डाल के 3 कप सूजी धीरे धीरे डालना है. ചെറിയ ഫ്ലെയിമിലിട്ട് ഞാൻ 3 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. अच्छे से मिक्स कर दीजिएगा. ബാക്കി സൂചി भी डाल रहे. നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന റവയും കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിം में डाल के अच्छे से मिक्स कर दीजिएगा. നമ്മുടെ ചക്ക നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. റവ भी डाल के अच्छे से टाइट हो गया. റവയും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് ടൈറ്റ് ആയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. अच्छे से टाइट होने के बाद ऑफ करके ठंडा होने के लिए रखेंगे. अभी ऑफ कर रहे ठंडा करने के लिए रखेंगे. നമുക്ക് തണുക്കാൻ വെക്കാം. നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. इसमें रखने के लिए फिलिंग बनाएंगे. एक नारियल लिया है. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചിരണ്ടിയത്. नारियल घीस के रखा है. गुड़ भी लिया है. गुड़ भी रख के ഏലക്ക പഞ്ചസാരക്കകത്ത് പൊടിച്ചാണ്. ഇലച്ചി പൗഡർ करके रखा है. ശർക്കരയും തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. गुड़ और नारियल अच्छे से मिक्स करना है. रवा നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. सूजी अच्छे से ठंडा हो गया. 1 स्पून ले रहे. നമുക്ക് 1 സ്പൂൺ സൂചി എടുക്കാം. കയ്യിലോട്ട് കുറച്ച് വെള്ളം എടുക്കാം. थोड़ा पानी हाथ में ले जाना है. നമുക്ക് ശർക്കരയും തേങ്ങ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. गुड़ और नारियल इसमें रखेंगे. अच्छे से बंद कर दीजिए. നല്ലതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. ഒരു ദുബാര ബനാന. अच्छे से बंद करना है. നല്ലതായിട്ടൊന്ന് അടച്ചു കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒത്തിരി തിക്കല്ല. थोड़ा सॉफ्ट है, ज़्यादा തിക്ക് नहीं है, मोटा नहीं है. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഞാൻ നെയ്യ് തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. घी लगा के रखा है. ऐसे ही बनाएंगे. सब बना के ऐसे रखेंगे. ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. तेल गरम हो गया. ये डालेंगे. थोड़ा डिस्टेंस देना है. കുറച്ച് അകത്തി വേണം ഇട്ട് കൊടുക്കാൻ. താഴെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. नीचे थोड़ा अच्छे से ब्राउन हो गया. पलटी करेंगे. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ ചക്ക നല്ല മധുരമുള്ള കൂഴച്ചക്കയാണ്. കട്ടൽ थोड़ा अच्छा वाला मीठा था. ജാക്ക് ഫ്രൂട്ട് റവ ബോൾസ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. जैक फ्रूट का रवा बॉल्स रेडी हो गया, निकाल देंगे. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓയിലിട്ടല്ല ഉണ്ടാക്കുന്നത്, എണ്ണയിലിട്ടല്ല ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും എണ്ണയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നോക്കിക്കേ, ഞാനൊരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. एक स्टीमर रेडी हो गया, अच्छे से स्टीम आ रहे, हम इसमें रखेंगे. ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം. സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം करके लेना है. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് റവ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആണ്. കൂഴച്ചക്കപ്പഴം ഒന്നി കളയരുതും അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയതും അതേപോലെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇത് സ്റ്റീം ചെയ്ത് ഉപയോഗിച്ചാലും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജാക്ക് ഫ്രൂട്ട് रवा बॉल्स रेडी हो गया, हेल्दी है, बहुत टेस्टी भी है. सब लोग थोड़ा ट्राई करके देखिएगा. हम लोग का कटहल का जूस पसंद नहीं है बोल के फेंकना नहीं है. सब लोग जूस बना के रखिएगा. ऐसे बनाने से बहुत बढ़िया है, टेस्टी भी है, हेल्दी भी है. ये वाला हम स्टीम करके बनाया है, ये हेल्दी भी है, टेस्टी भी है. सब लोग थोड़ा ट्राई करके देखिएगा. ऑयल नहीं चाहिए तो ऐसे ही बनाने से भी बहुत बढ़िया है. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.